സ്ട്രീം വി സി സിയിൽ എന്താ ഗൈസ്? അപ്പൊ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും വെൽക്കം. ഹലോ, ഇവിടെ എന്താ പ്രശ്നം? എന്താ? ഹലോ, സംഭവം എന്താ വെച്ചാലേ മാമനൊരു പെർമനന്റ് ബാങ്ക് കിട്ടി. മാമനെ റിവൈവ് ആക്കിയില്ല. റിവൈവ് ആക്കാത്തതിന് അത് ഞാൻ കാണിച്ചുതരാം. ലൈവ് സ്ക്രീൻ നോക്കണേ. സീനാണ് അത്. കുറച്ച് എന്നെ ഡ്രാഗ് ചെയ്ത് അണ്ണാ ആദ്യം ഞാൻ ബഗ്ഗായി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഡ്രാഗ് ഇട്ട് അപ്പൊ ഒരു സ്ഥലത്ത് ഡ്രാഗ് ചെയ്തു. അണ്ണ ഇത് ഇവ ചത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ ബഗ്ഗായി കിടന്നിട്ട് അഡ്മിനെ വിളിക്കുവാണ്. ഏതാണ്ടാ ഇവനെ സംസാരിക്കാനും പറ്റുന്നുണ്ട്, ചത്തും കിടക്കുവാണ്. മനസ്സിലായി? ഇങ്ങനെ കോഞ്ഞിരിക്കുക. EMS ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിളിച്ചേ എന്നെ ഒന്നും ചെയ്യടാ. ഹലോ, ഡേറ്റ ഞാൻ സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വാർണിംഗ് ആണ്. ഹലോ ഹലോ കേക്കാവോ? ഹലോ മാമൻ, വാർണിംഗ് ആണ്. ഫാണിൽ ഇടാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഹലോ, പൊക്കണ EMS ചെയ്തോളും ബ്രോ. മിണ്ടായിരുന്നാ മതി. ചത്ത് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം. റൂൾസ് അറിയാവോ? ബേസിക് റൂൾസ് അറിയാവോ? ബ്രോ റിവൈവ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇപ്പൊ മിണ്ടാതിരിക്കും. EMS പൊക്കണ്ട. ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് സംഭവിച്ചത്. അണ്ണാ ഈ ബേസിക് റൂൾസ് അറിയാമെന്ന് ചോദിച്ച പയ്യനില്ലേ? അതറിയാവണം. ഇല്ല, പണ്ട് ഡ്രസ് ഷോപ്പിൽ വെച്ചിട്ട് പയ്യന്റെ അടുത്ത് രണ്ട് പയ്യന്മാരുടെ അടുത്ത് പറയാം, ബ്രോ ഒരു കിടുക്ക് സെർവർ ഉണ്ട് വരുന്ന കൂടാ എന്ന് വരുന്ന കാട്ടാള്. ആ പയ്യനെ മനസ്സിലായില്ലേ? പണ്ട് നമ്മളൊരു സെർവർ കളിച്ചോണ്ടിരുന്നപ്പോ ഒരു കിടുക്ക് സെർവർ ഉണ്ട്, അങ്ങോട്ട് പോരെ ബ്രോ എന്ന്. അങ്ങോട്ട് പോരെ എല്ലാം വാണിങ്ങിന്റെ എനിക്ക് പിടി കിട്ടിയത്. വാണിംഗ് ആണല്ലേ? എന്റെ അമ്മ, എടാ നീ ബഗ്ഗാന്ന് പുള്ളിയോട് പറഞ്ഞോടാ പോരായിരുന്നോ? അണ്ണാ ഞാൻ പറയുന്നത് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞു. ഞാൻ മിണ്ടായിരുന്നോടാ സംഭവം ഇവന് റിവൈവ് ചെയ്യാൻ പറ്റും, EMS റിവൈവ് ചെയ്യാൻ പറ്റില്ല. EMS ഒരു 1000 വട്ടം പറയണം അവിടെ. ഇവന് റിവൈവ് ചെയ്യാനും പറ്റില്ല എന്നായിരുന്നു ഞാൻ സംസാരിക്കാനും പാടില്ല. ഇതെന്താ പെർമനന്റ് ബാനാണോ നിനക്കിപ്പോ? മാറ്റി ഞാൻ പോയി സംസാരിച്ചു. POV ഒക്കെ കാണിച്ചു കൊടുത്തു. അണ്ണാര് കിടുക്ക് സെർവർ ഉണ്ട്, കൈലാസം. എടാ അഡ്മിനെ മാറ്റോ പറ. എന്റെ സെർവർ അഡ്മിനെ മാറ്റോ. അതല്ലടാ പയ്യനിന്ന് ട്രെയിൻ ആയിട്ട് കയറിയുള്ളൂ. ഇന്ന് തന്നെ ഇറങ്ങി. സംശയമാണ്. നേലായിട്ട് പോലും താഴെ ഇറങ്ങാൻ പറ്റൂല. വിട് പോട്ടെ പഴയ കാര്യമൊന്നും പറഞ്ഞ അവരാതൊക്കെ ഉണ്ടാവും. പുള്ളി ഇതായിട്ട് പറഞ്ഞായിരിക്കും. വിട് ചില്ല പോട്ടെ. കഴിഞ്ഞില്ലേ? ഇതാരാ ബാനിട്ടത്? പുള്ളിയാണോ? അല്ലല്ല, അത് ബാൻ ഇട്ടെന്ന് പറഞ്ഞാലണ്ണ ഇത് അപ്പ ഒന്നും ബാനൊന്നും ഇട്ടില്ല. ദൈവം ഇവൻ പൊങ്ങി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് മാസ് അടിച്ചത് ഈ കാര്യം എന്നോട് പറഞ്ഞു. എന്നെ ഒരു അഡ്മിൻ പൊക്കിയില്ല അളിയാ, ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി ഊമ്പാനെന്നങ്ങ് പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ അടുത്ത് നമ്മടുത്ത് പൊന്നുസ്വാമിയെ അത് കഴിഞ്ഞാ അത് വിട്ട് സംസാരിച്ചല്ലേ? ഓക്കെ. അണ്ണ സിറ്റി കയറണ? ഓ ഞാൻ സിറ്റി കയറുന്നുണ്ട്. സിറ്റി സെയിൽസ് ആണല്ലേ സിറ്റി? ഓക്കെ. ഞാൻ സിറ്റിയിലോട്ട് വരാം. അല്ലല്ല, ഞാൻ ഇപ്പൊ കേറുവാ. മുച്ചിറി എന്തേ? മുച്ചിറിയാ? ഒരു മിനിറ്റ്. ഹലോ മുച്ചിറി. അയ്യോ, നിനക്ക് PC കിട്ടിയോ? ആ കിട്ടിയണ്ണ. ഏതാ സ്പെക്കൊക്കെ? എന്തുവാ? 50-70. ആ, ഒരു ഫോട്ടോ പോലും ഇട്ടില്ലല്ലോ ഗ്രൂപ്പിൽ. ഒരു ഫോട്ടോ പോലും. ഫോട്ടോ ഞാൻ ഇത് ഡൗൺലോഡ് ആക്കിട്ട് വെച്ച് ഞാൻ വന്നിട്ട് നമ്മളെ മൈൻഡ് ആക്കിയില്ലല്ലേ. ഞാൻ പറയുന്നൊക്കെ ഞാൻ വീട്ടിൽ എത്തി. ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല. രാവിലെ ഇത് മേടിക്കാൻ പോയി നേരെ വീട്ടിൽ വന്ന്
ചാർജ് കുത്തി സ്റ്റീം ഡൗൺലോഡ് ആക്കാൻ വെച്ച് ഞാൻ ഡിസ്കോഡിൽ ഗെയിമും കളിച്ചോണ്ടിരിക്ക. ഇപ്പൊ ചാർജ് ഊരിട്ട് ഇടാൻ വന്ന ഞാൻ എടാ വെറുതെ വെറുതെ ഒരു കള്ളം ഫോട്ടോ പറയാ. പോലെ എടുത്തിട്ടില്ല. എന്തൊക്കെ കള്ളം പറയലടാ. ഞാൻ കേക്കണോടാ മുച്ചിരി. നീ ഇപ്പൊ ഇരിക്കുന്നിടത്ത് വെച്ച് നിന്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ അയക്കുക എന്ത് താമസം ഉണ്ടോ? വെയിറ്റ് ആക്കണ അടുത്തോട്ട് വരുന്നേ. എന്താ നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? എടാ മുച്ചിരി, എടാ ഉച്ചരി എടാ മുച്ചിരി, ആ ഓടി പോയി. നിങ്ങൾ കളിച്ചോണ്ടിരിക്കണോ ഡസ്റ്റർ എന്തേലും? இல்ல இல்ல நான் சும்மா லைவ் விட்டு நான் டிடிஎம் ப்ளே பண்ணிட்டு இருக்கேன். ഇത് എസ്കേപ്പ് ഇത് ആണ്. ഇപ്പൊ എന്താ? ഇത് എസ്കേപ്പ് എസ്കേപ്പ് ആർപി. ഇത് എസ്കേപ്പ് ഫോൺ എടുക്കാൻ പോയെന്നോ? ഓ ഓക്കെ ഓക്കെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം. ഇവൻ വന്നിട്ട് ഞാൻ കേറത്തുള്ളേ. ഇന്ന് ഇവൻ വന്നിട്ട് ഞാൻ കേറത്തുള്ളേ. അവൻ ഫോൺ എടുത്തോണ്ട് വരട്ടെ. ഹലോ ആ ഫോൺ എടുത്തോ? ആ ആ ഒരു ഫോട്ടോ അയച്ചു നോക്കട്ടെ. വെയിറ്റ് ആക്ക. ബാക്കി സ്പെക്ക് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇത് Ryzen 7 9800X 3D. ആ ഓക്കെ ഓക്കെ. പിന്നെ റാം ഒക്കെ റാം കാർഡ് ഏതിന്റെ കാർഡാ? GeForce ഏ GeForce RTX ആ? Zotac ഗെയിം Zotac. ആ, അങ്ങനെ പറ. സൊട്ടാക്കിന്റെ കാർഡ്. ആ ഓക്കെ ഓക്കെ. ഇത് എവിടുന്ന് എടുത്തേടാ? ലോക്ടെക്. ആ ഓക്കെ ഓക്കെ. നീ തിരുവനന്തപുരത്താണോ അതിന്? അല്ല കൊറിയർ അയച്ചെന്നോ? ആ ഓ ഓക്കെ. അതാ ഞാന് ഈ ഓർ എന്നോട് പറഞ്ഞത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അതിട്ട് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പോയിട്ട് ഓരോ ആടെന്ന് പറയുന്നത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് അല്ല ഉപ്പലത്ത്. ബൈക്ക് ഈ 60 കിലോമീറ്റർ ഓടി അങ്ങോട്ടും പോയിട്ട് ഇങ്ങോട്ടും വന്നു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് അല്ല ഉപ്പിലിട്ടതൊന്നും എന്തു പറഞ്ഞു നീ കേട്ടില്ല? ഉപ്പിലിട്ടതല്ല, പിന്നെ ഉപ്പലത്തായിരുന്നു ഈ സാധനം ഉണ്ടായേ. ഞാനോട് പറഞ്ഞത് സ്ഥലോ ഉപ്പലത്തോന്ന് പറഞ്ഞ സ്ഥലപ്പേരാണോ? ആ ഉപ്പലത്ത്. ഉപ്പലത്ത്. ആ ഓക്കെ 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 ഓക്കെ. സ്ഥലപ്പേരാണല്ലേ? സ്ഥലത്തിന്റെ പേരാണോ അതോ സ്ഥലത്തിന് നിങ്ങളുടെ നാട്ടിൽ ഉപ്പലാന്നാണോ പറയണേ? അല്ലല്ല, സ്ഥലത്തിന്റെ പേര് ഉപ്പള. സ്ഥലത്തിന്റെ പേര് ഉപ്പല. ആ ഓക്കെ ഓക്കെ. ഞാൻ ഉപ്പിലിട്ടത് സത്യമായിട്ട് ഞാൻ ഉപ്പിലിട്ടതെന്നാ കേട്ടത്. ഫോട്ടോ അയച്ചേ. എടാ ഇവരെ ഓരോന്നൊക്കെ എനിക്ക് ഇൻബോക്സിൽ അയക്കുക. എനിക്കൊന്നും മനസ്സിലാവൂല. ഞാൻ അതുകൊണ്ട് അധികം റിപ്ലൈ കൊടുക്കാറില്ല. നീടാ ഇന്നലെ മെനഞ്ഞാ നീ എന്തോ അയച്ചല്ലോ ചെറിയ, അതെന്തായിരുന്നു? ഞാനിവിടെ ചോദിക്കായിരിക്കുവായിരുന്നു. ഇൻവെസ്റ്റർ ആണോ? ഇൻട്രസ്റ്റ് അല്ല, എന്തോ അയച്ചായിരുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ്. എന്തോ ഒരു വോയിസ് മെസ്സേജ്. എനിക്ക് എന്താ മനസ്സിലായല്ലോ. അതെന്ന് മറ്റേ ഇതിട്ട് മറ്റേ ഒരു ചങ്ങായി പറഞ്ഞേ, വെറുതെ പറഞ്ഞേ, ഇല്ലാത്ത കാര്യം പറഞ്ഞേ. അണ്ണാ ഇത് ഇങ്ങനെ പറഞ്ഞറിയില്ല. എന്റെ പേര് മാത്രം മെൻഷൻ ആക്കി ഇതെന്തോ പണി തരാൻ എന്തോ തോന്നുന്നു. പിന്നെ അണ്ണാ ഞാൻ ഫുൾ ടൈം ഉണ്ടാവില്ല. ചന്ദ്രനോട് ചോദിക്കും. ഞാൻ നൈറ്റ് TDM കളിക്കും. ഞാൻ TDM കുറെ ടൈം ഉണ്ടാവും. ഇത് TDM ഉണ്ടാകുമ്പോ റേഡിയോ നല്ല സൗണ്ട് ഒക്കെ നോക്കുന്നു. ഇപ്പൊ സിറ്റുവേഷനിലല്ല ഞാൻ ഉണ്ടാവലുണ്ടല്ലോ. സിറ്റുവേഷൻ മാത്രല്ല, ആ ഫുൾ ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഉറങ്ങുമ്പോ മാത്രം ഉണ്ടാവില്ല. ഫുൾ ടൈം സിറ്റിയിൽ ഉണ്ടാവാറുണ്ട്, ഉറങ്ങുമ്പോ മാത്രം ഇല്ല. എന്ത് നോക്കുമ്പോ അറിയാം ആ വേറെ ഗെയിം കളിക്കുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് എനിക്ക് മെസ്സേജ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത് മനസ്സിലായി, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറെ ടൈപ്പ് ചെയ്തേക്ക്. ഇവൻ നീ ദൈവം എന്തുണ്ടല്ലോ മുച്ചിരി ടൈപ്പ് ചെയ്യല്ലേ കേട്ടാ. ടൈപ്പ് ചെയ്താൽ എനിക്ക് മനസ്സിലാവില്ല നിന്റെ ഭാഷ. എനിക്ക് ഇപ്പോഴും ഓർമ്മ ചേട്ടാ. ഇൻവെസ്റ്റർ സ്പെല്ലിംഗ് ചാറ്റിലെടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറയാം. അതെ ചാറ്റിലെടുത്ത് ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞ കേസ്. അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞ പോട്ടാവാൻ കൊച്ചല്ലേ അണ്ണാ ഇതാരോ കരുതി കൂട്ടി ചെയ്യുന്നതാ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട്, മനസ്സിലായ? ബസ് എന്നൊരു വാക്ക് ഞാൻ ഇവിടെ ഞാനങ്ങ് ഹൈഡ് ചെയ്യും ബസ് എന്നുള്ളത്. ഇനി ഇവിടെ സ്വാമിയേ കാരണം അയ്യപ്പ. എന്തിയെ പീസിലെ ഫോട്ടോ എന്തിയേ? ഞാൻ ഇട്ടില്ലാലോ ഗ്രൂപ്പിലിട്ടോ? അമ്പോ കിടിലല്ലേ? എന്നാ ഒരു മൊത്തത്തിൽ അത് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോ അതില്ല. അത് ഇപ്പോഴെന്നെ ഇപ്പൊ എടുത്ത് പറഞ്ഞോണ്ടെടുത്തന്നെ. ഒന്നോടെ എടുക്കാം ലോങ്. കൗഗറിന്റെ ക്യാബിനറ്റാ ചേട്ടാ.
ഞാൻ മറ്റേ ഡോക്ടർക്ക് മിനിങ്ങന്ന് പോയപ്പോ എനിക്ക് കാണിച്ചു തന്നെ സ്പെക് ഷീറ്റ് കൗഗർ ക്യാബിനറ്റ്. കൊള്ളാം 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 കൊള്ളാം. എടാ ഇനി GTA ഒക്കെ മാത്രം കളിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ച് ഇവരുടെയൊക്കെ കൂടി ഇരിക്കണം കേട്ടാ. ഈ GTA മാത്രം 24 മണിക്കൂറും ഇനി നിനക്ക് PC ഇല്ല സ്പെക്കില്ലെന്ന് പറഞ്ഞ സിറ്റി കാണാതിരുന്ന നിന്നെ സിറ്റുവേഷൻ വന്നേക്കണം. ഞാൻ അപ്പഴ് വരില്ലുണ്ടല്ലോ. അപ്പൊ കൈ വറയ്ക്കുമെന്ന് സിറ്റുവേഷൻ കളിക്കുമ്പോ. അല്ല ഇനി ലൈവ് ഒക്കെ ഇടുമല്ലോ അപ്പൊ. ലൈവ് ഡെയിലി റെഗുലർ. എത്ര മണി തൊട്ട് എത്ര മണി വരെ? അങ്ങനെ പറഞ്ഞ ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെ ഇടുന്നേ. തോന്നുമ്പോ ഇങ്ങനെ തോന്നുമ്പോ ഇടും. തോന്നുമ്പോ ഇങ്ങനെ മെൻസ് അറിഞ്ഞിട്ട് ഇടും. എന്നാ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നേ? സ്കൂളിൽ മാർച്ചിന് അഡ്മിഷൻ എടുക്കാൻ പോകും. പിന്നെ ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ്. ജൂണിനാന്ന് തോന്നുന്നു ക്ലാസ്. ഞാൻ പഠിച്ചു പോവാ. സ്വിറ്റ്സർലാൻഡ് നീ ഒറ്റ മോനാണോ അതോ നിനക്ക് അനിയന് ചേട്ടനല്ലോ ഉണ്ടോ? രണ്ടിച്ചുണ്ട്. നിന്റെ ചേട്ടന്റെ നമ്പർ എനിക്ക് തരണേ കേട്ടാ. തരാം. നിന്നെ എന്തായാലും ഈ വട്ടം ഞാൻ സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ പോവല്ല, സ്കൂളിൽ പോവും. നിന്റെ ചേട്ടന്റെ നമ്പർ എനിക്ക് തന്നാ മതി. തരാം. ദേഷ്യം കേട്ടോ, ദേഷ്യം വന്നു കേട്ടോ അവന് ദേഷ്യം. ഇല്ല ഞങ്ങക്കത്ത് ദേഷ്യം അതായിട്ട് ഇച്ചൊന്നും ആക്കൂല എന്നെ. ഇച്ഛ